നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ, ഈ ലോകത്തിൽ നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായാലും അമ്മ എന്ന പുണ്യം കൂടെ ഇല്ലെങ്കിൽ എല്ലാവരും തനിച്ച. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയില്ലേ അമ്മ? ഏതെല്ലാം നിമിഷങ്ങളില് അമ്മ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എത്രയോ തവണ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാനന്ന് കരഞ്ഞാൽ എന്റെ കണ്ണീരൊപ്പം അമ്മ ഉണ്ടാവുമായിരുന്നു എന്ന്. എന്റെ സന്തോഷത്തിലും ചിരിയിലും കൂടെ കൂടാൻ അമ്മ എന്റെ കൂടെ ഉണ്ടാവുമായിരുന്നില്ലേ? ഇപ്പൊ എന്റെ അവസ്ഥ അമ്മ കാണുന്നില്ലേ? ഞാനൊരു അനാഥ പെൺകുട്ടിയെ പോലെ ഈ വീട്ടിലേക്ക് കയറി വന്നെന്ന അമ്മായി അരവിന്ദേട്ടനൊക്കെ പറയുന്നേ. അമ്മായിയുടെ വാക്കുകൾ അമ്മയ്ക്കറിയാലോ. ഓരോ വാക്കും ഹൃദയത്തിലേക്ക് മുള്ളുപോലെ തറച്ചു കയറും. അമ്മായിയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ. എല്ലാം എന്റെ ജന്മദോഷല്ലേ. ഞാൻ ജനിച്ച് എന്നെ സ്നേഹിച്ച് കൊതി തീരും മുൻപേ അമ്മയും കൊണ്ടുപോയില്ലേ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യം ഉണ്ടാവുമായിരുന്നു. ബാലമാമൻ കൂടെയുണ്ട്. എന്നാലും ഞാൻ കാരണം എന്റെ ബാലമാമൻ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട്. അക്കുച്ചേട്ടന് എന്നെ കിട്ടിയത് ഭാഗ്യാണോ അതോ എന്നെ അക്കുച്ചേട്ടന് കിട്ടിയത് ദുർഭാഗ്യാണോന്നൊന്നും എനിക്കറിയില്ല അമ്മ. ബാലമാമൻ എന്നോട് പറഞ്ഞു അമ്മായി ആവശ്യപ്പെട്ടതെന്തും ഞാൻ വാങ്ങിത്തരാന്ന്. ഓ, അങ്ങേര് നിനക്ക് ഓഫർ തന്നിട്ടുണ്ടല്ലേ? കാണാം. ബാലമാമനോട് ഞാൻ പറഞ്ഞമ്മ എനിക്കൊന്നും വേണ്ടെന്ന്. എന്റെ അക്കുച്ചേട്ടനെ കുറ്റപ്പെടുത്തി ഇനിയൊരു ചോദ്യം ഉണ്ടാവാൻ പാടില്ല. അക്കുച്ചേട്ടന് ഇഷ്ടമല്ലെങ്കിലും ഒരപ്പവന്റെ മോതിരെങ്കിലും എനിക്ക് കൊടുക്കണം. സ്ത്രീധനമൊന്നുമല്ല അമ്മ. അക്കുച്ചേട്ടന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു അമ്മായി അരവിന്ദേട്ടനെ മനസ്സിലാക്കാൻ വേണ്ടിയാ. എന്നെ തുണിക്കച്ചവടക്കാരിന്ന് അമ്മായി അരവിന്ദേട്ടനെ വിളിക്കുന്നത്. അതെനിക്ക് അഭിമാനം. ഞാൻ തുണിക്കച്ചവടം നടത്തി വർഷങ്ങളോളം കുടുംബം നോക്കിയിട്ടുണ്ട്. അമ്മായി പറഞ്ഞ സ്വർണ്ണവും സ്വത്തൊന്നും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ എനിക്ക് അക്കുച്ചേട്ടന്റെ കയ്യിൽ ഒരു അരപ്പവന്റെ മോതിരെങ്കിലും ഇടണം. ഞാൻ കച്ചവടത്തിന് ഇറങ്ങുക. അമ്മ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. എടി പൊന്നു മോളെ, അരപ്പവൻ സ്വർണം നീ വാശിക്ക് ഏറ്റെടുത്തതല്ലേ? അതൊന്നും ഈ കുടുംബത്തിനൊന്നുമല്ല. ഇവിടുന്ന് നിന്നെ ഇറക്കി വിടുമ്പോ കിട്ടുന്ന ആശ്വാസം ഉണ്ടല്ലോ, അതാ എനിക്ക് കിട്ടുന്ന 1000 പവൻ പൊന്ന്. കച്ചവടത്തിന് പോകാൻ തീരുമാനിച്ചത് അക്കുച്ചേട്ടനോട് പറയണം. കാക്കോത്തിക്ക് എന്നെ കാണാതെ വിഷമായോ ആവോ? ആ, വിഷമിക്കുന്നുണ്ടാവും. കാക്കോത്തി, എന്താ ഞാനൊന്ന് മാറിയപ്പോ എന്നെ മിസ് ചെയ്തോ? ഇല്ലല്ലോ. ആര് പറഞ്ഞു? ആര് പറയണം? നിന്റെ കോളൊന്നിപ്പോ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്നെ കാണണം, സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നൊക്കെ നിന്റെ മനസ്സിൽ തോന്നിയിരുന്നു.
എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും തോന്നിയില്ല. നോണ പറയല്ലേ, നരകത്തിൽ പോവും. ഞാൻ നരകത്തിലൊന്നും പോയില്ല. അതെന്താ? ഞാൻ നോണ പറഞ്ഞില്ലല്ലോ. ആ എന്നാ ശരി, സമ്മതിച്ചു. നീ ഇപ്പൊ വിളിച്ച എന്തിനാണെന്ന് പറ. ആ, അത് അക്കുച്ചേട്ടാ, ഞാൻ കച്ചവടത്തിന് പോകാൻ തീരുമാനിച്ചു. അത് പറയാനാ വിളിച്ചേ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം? ഞാൻ ആലോചിച്ചിരുന്നതാ. അത് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. വിട്ടുപോയതാ അക്കുച്ചേട്ടാ. ശരി, വിട്ടുപോയത് നന്നായി. നീ സെയിൽസിനൊന്നും പോവാതെ വീട്ടിലിരുന്നാ മതി. നീ ഇപ്പൊ കച്ചവടത്തിന് പോയിട്ട് എന്തിനാ? നമുക്കും ചെലവില്ലേ അക്കുച്ചേട്ടാ? ചെലവുണ്ടെങ്കിൽ നീ എന്നോട് കാശ് ചോദിക്കണം, ഞാൻ തരാം. എനിക്ക് പോണം അക്കുച്ചേട്ടാ. ഞാൻ കാശ് തരാന്ന് പറഞ്ഞത് വെറുതെ ആണെന്ന് വിചാരിച്ചോ? അക്കുച്ചേട്ടാ പ്ലീസ്, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും അക്കുച്ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന അറിയാം. പക്ഷേ എന്റെ വക അക്കുച്ചേട്ടൻ ഒരു അരപ്പവന്റെ മോതിരം വാങ്ങിക്കണം. അത് ഞാൻ മനസ്സിൽ ആശിച്ചു പോയതാ. കാക്കുത്തി, നിന്റെ സ്നേഹവും സാമീപ്യവും ഉള്ളപ്പോ എനിക്ക് മോതിരത്തിന്റെ ആവശ്യമില്ല. എന്റെ ഒരു ആഗ്രഹമല്ലേ അക്കുച്ചേട്ടാ, എന്നെ നിരുത്സാഹപ്പെടുത്തല്ലേ പ്ലീസ്. അല്ല കാക്കൂത്തി, അക്കുച്ചേട്ടനൊന്നും പറയണ്ട. എനിക്ക് കച്ചവടത്തിന് പോകാനുള്ള പെർമിഷൻ ബാലമ്മാവന്റെ കയ്യിൽ നിന്നും അക്കുച്ചേട്ടന്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ളതാ. പ്ലീസ് എന്നെ തടയരുത്. പോയി വാ കാക്കൂത്തി എന്ന് പറ അക്കുച്ചേട്ടാ. ശരി, പോയി വാ കാക്കൂത്തി. താങ്ക്സ് അക്കുച്ചേട്ടാ. കയ്യിൽ 10,000 രൂപയുണ്ട്. അതിന് മെറ്റീരിയൽസ് എടുത്ത് വിറ്റാൽ 20,000 രൂപ കിട്ടും. പിന്നെ എൻ്റെ കയ്യിലെ 3 ഗ്രാം മോതിരം വിറ്റാൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് തോന്നുന്നു. നോക്കാം. ഇങ്ങോട്ട് വാടാ. അമ്മയ്ക്ക് എന്താ വട്ടായോ? നീ അങ്ങോട്ട് പോ. ഇങ്ങോട്ട് വാടാ. എടാ, ആ തുണിക്കച്ചവടക്കാരി ആകാശിന് സ്വർണം വാങ്ങിക്കൊടുക്കുന്നു പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. മോതിരം വാങ്ങിക്കാൻ അവളുടെ കാശ് എവിടെന്നമ്മ? എടാ, അവള് വലിയ ബിസിനസ്സുകാരിയല്ലേ ആണെന്ന് അവളുടെ വിചാരം. തുണിക്കച്ചവടത്തിനെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാതാ. വണ്ടി എടുത്ത് നാട് കറങ്ങി കച്ചവടം നടത്തിയെന്നും പറഞ്ഞ് ഇവിടെ വന്ന് മാഷിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങും. എന്നിട്ട് ആ കാശിന് മോതിരം വാങ്ങും. അതവൾ ആകാശിന്റെ വിരലിൽ ഇട്ടുകൊടുത്തിട്ട് നമ്മുടെ മുന്നിൽ ഞെളിഞ്ഞങ്ങ് നിൽക്കും. അതായിരിക്കണമല്ലോ അവളുടെ പ്ലാൻ.